السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. മാന്യ ശ്രോതാക്കളെ, നാം ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു പ്രത്യേക പച്ചക്കറിയെപ്പറ്റിയാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അബസിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തആമിഹി അന്നാ സബബ്നൽ മാഅ സബ്ബാ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقلبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അതായത് മനുഷ്യർ തൻ്റെ ഭക്ഷണത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കട്ടെ, അതിനെപ്പറ്റി ഒന്ന് പഠിക്കട്ടെ, അതിനെപ്പറ്റി റീസർച്ച് ചെയ്യട്ടെ, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നവർ പഠിക്കട്ടെ, അതിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട്, എന്തെല്ലാം നമുക്ക് പറ്റാത്ത സൈഡ് എഫക്റ്റുകളുമുണ്ട് എന്ന് അവരൊന്ന് പഠിക്കട്ടെ. എന്നിട്ട് അള്ളാഹു പറയുന്നു, നാം ശക്തിയായി മഴവെള്ളം ചൊരിച്ചു കൊടുത്ത് പിന്നീട് നാം ഭൂമിയെ ഒരു തരത്തിൽ പിളർത്തി, എന്നിട്ടതിൽ ധാന്യവും മുന്തിരിയും പച്ചക്കറികളും ഒലിവും ഈന്തപ്പനയും ഇടതുടർന്ന് നിൽക്കുന്ന തോട്ടങ്ങളും പയവർഗവും പുല്ലും നാം മുളപ്പിച്ചു, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവൻ നിലനിർത്താനും നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും നമുക്ക് ഇവിടെ മനസ്സിനും ശരീരത്തിനും നല്ല ആരോഗ്യം ലഭിക്കാനും ഇവിടെ നാം ഇതൊക്കെ നിങ്ങൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു. ഇങ്ങനെയുള്ള പച്ചക്കറികളും പഴങ്ങളൊക്കെ നാം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അതേപോലെ തന്നെ പച്ചക്കറികളെ പറ്റി അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ 61-ാമത്തെ ആയത്തിലും അല്ലാഹു നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവയുടെ കൂട്ടത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നാം സംസാരിക്കുന്ന കേബേജ്. ഈ കേബേജിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്. ഈ കേബേജിൻ്റെ അകത്ത് വളരെ പവർഫുള്ളായ, വളരെ ശക്തിയേറിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അതിലുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ വളരെ നല്ലതാണ്. ഇത് വളരെ പവർഫുള്ളാണ്. അതിൻ്റെ അകത്തുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനെ വളരെ നന്നായി അത് സപ്പോർട്ട് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. കേബേജ് നമ്മുടെ രക്തസമ്മർദ്ദത്തെ, BP-യെ അത് നോർമലിൽ കൊണ്ടുവരുന്നു. അത് മുഖേന നമ്മുടെ ഹാർട്ടിലേക്ക് രക്തം ചലിക്കുന്ന അതിസൂക്ഷ്മമായ, കണ്ണിന് കാണാത്ത, നഗ്നനേത്രങ്ങളിൽ കാണാത്ത ആ ചെറിയ ഞരമ്പുകളെയും അതിന് വരുന്ന ഡാമേജുകളെയും അത് തടയുന്നു. നമ്മുടെ ചർബിയെ, കൊളസ്ട്രോളിനെ അത് മാനേജ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. കാരണം അതിൽ ഈ കേബേജിൽ സൊലൂബിൾ ഫൈബറും ഉണ്ട്, പ്ലാന്റ് സ്റ്റിറോൾസും അതിലുണ്ട്, 2 ഇനം. അതേപോലെ തന്നെ നമ്മുടെ ചീത്ത കൊളസ്ട്രോളായ LDL കൊളസ്ട്രോളിനെ അത് മാനേജ് ചെയ്യുന്നു, ഒരു നിലക്ക് നിർത്തുന്നു. കൂടാതെ നമ്മുടെ ദഹന പ്രക്രിയയുടെ, ദഹനേന്ദ്രിയത്തിൻ്റെ ആരോഗ്യത്തെ അത് പ്രൊമോട്ട് ചെയ്യുന്നു, അതിന് ആരോഗ്യം ധാരാളം ലഭിക്കുന്നു. കൂടാതെ നമ്മുടെ കുടലാണല്ലോ ഏറ്റവും മെയിൻ, അതിൻ്റെ ആരോഗ്യത്തെയും അത് സംരക്ഷിക്കുന്നു. നമുക്ക് വളരെ വളരെ അത്യാവശ്യമായ നമ്മുടെ ശരീരത്തിൽ അല്ലാഹു തആല നിർത്തിയ ആ വളരെ പ്രസിദ്ധമായ മിലിട്ടറി ആർമികൾ, അതായത് രോഗപ്രതിരോധ ശക്തി
അതിനെയും അത് വർദ്ധിപ്പിക്കുന്നു, അതിനെ ശക്തി നൽകുന്നു. കാരണം അതിൽ വളരെ സ്ട്രോങ്ങായ വൈറ്റമിൻ സി ഉണ്ട്. നമ്മുടെ ഓറഞ്ചിൽ ഉള്ളതിൽ എത്രയോ സ്ട്രോങ് ആയിട്ടാണ് ഇതിൽ വൈറ്റമിൻ സി ഉള്ളത്. കൂടാതെ പഴകിയ വീക്കങ്ങളൊക്കെ അത് കുറക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അകത്തും പുറത്തും ഉണ്ടാകുന്ന പഴകിയ വീക്കങ്ങളൊക്കെ, പഴകിയെന്ന് പറഞ്ഞാൽ നാം മരുന്നെടുത്ത് മാറുന്നില്ല, മാറ്റാൻ പറ്റാത്ത വീക്കങ്ങൾ അത് കുറക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ നമ്മുടെ വെയിറ്റിനെ, ഭാരത്തെ മാനേജ് ചെയ്യാൻ, കുറക്കാൻ അത് സഹായിക്കുന്നു. നമ്മുടെ ഏതെങ്കിലും, അള്ളാഹു കാക്കട്ടെ, ക്യാൻസറുകൾ വരുന്നതിന്, ചില പ്രത്യേക തര ക്യാൻസറുകളെ അത് തടയുന്നു. മുഴുവൻ എന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല എങ്കിലും ചില പ്രത്യേക തരം ക്യാൻസറുകളെ തടയുന്നു. നമ്മുടെ തലച്ചോറിൻ്റെ, ബ്രെയിനിൻ്റെ ഫങ്ഷനുകളെ, പ്രവർത്തനങ്ങളെ അത് ഇംപ്രൂവ് ചെയ്യുന്നു. അത് മുഖേന ആ ഫങ്ഷനുകൾ, പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്നു, ബ്രെയിൻ നന്നായി പ്രവർത്തിക്കുന്നു. നമ്മുടെ ചർമ്മങ്ങൾക്ക് അത് കൂടുതൽ ഷൈനിങ് നൽകുന്നു, പ്രകാശിക്കുന്നു നമ്മുടെ ചർമ്മം. അതായത് ശരീരത്തിന് നമ്മുടെ ചർമ്മത്തിന് ഒരു ഭംഗി അത് നൽകുന്നു. ഇനി അതിൻ്റെ ഫായിദകൾ ഞാൻ പറയാൻ പോകുന്നത്, ലോകത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധനായ ഒരു ഗവേഷകൻ, ഖുർആൻ ആൻഡ് മോഡേൺ സയൻസിൻ്റെ വലിയ ഒരു പണ്ഡിതനുമായ മുഹമ്മദ് റാത്തിബ് അൻ-നാബുൽസി എഴുതിയ, ഡോക്ടർ മുഹമ്മദ് റാത്തിബ് അൻ-നാബുൽസി എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്, മൗസൂഅത്തുൽ ഇജാസുൽ ഇൽമി ഫിൽ ഖുർആനി വസ്സുന്ന എന്ന് പറഞ്ഞിട്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ടോപ്പിക്ക് ആയാത്തുല്ലാഹി ഫിൽ ആഫാഖ് എന്നാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിലും എന്ന് പറഞ്ഞിട്ട്. അതിൽ അദ്ദേഹം ഈ മൽഫൂഫിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, കേബേജിനെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരുപാട് പച്ചക്കറികളെ പറ്റിയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുന്നു, ഈ കാബേജിന് ഇന്ന ഹാദൻ നബാത യുസീലു തഅബ വയശ്ഫി മിന തഫഹിൽ ജിൽദി വയഖവി ശഅറ വൽ അലാഫിറ വയനമ്മിൽ ഇളാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഹുവ യുഖാവിമു ദീദാനൽ ബത്ൻ വൽതിഹാബൽ ഖസബാത്ത് വഹുവ മുഫീദും ലിൽ അത്ഫാലി വൽ മുറാഹിഖീൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ ഖുർആൻ ആൻഡ് മോഡേൺ സയൻസിൽ വളരെ സമഗ്രമായ ഒരു കിതാബാണ് ഇത്. അദ്ദേഹം മറ്റുള്ള പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ 3 വാള്യം ഉള്ള കിതാബും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അദ്ദേഹം അവിടെ പറഞ്ഞത്, ഇത് നമ്മുടെ ക്ഷീണങ്ങളെ ഇല്ലാണ്ടാക്കുന്നു കേബേജ്. കൂടാതെ നമ്മുടെ ശരീരത്തിൽ വരുന്ന ചുവന്ന പാടുകളെ അത് ഇല്ലാണ്ടാക്കുന്നു. അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ശാസ്ത്രങ്ങളിൽ അത്ര അത് കാണുന്നില്ല ഈ ചുവന്ന പാടിനെ പറ്റി. എന്തെങ്കിലും അദ്ദേഹത്തിന് എവിടെയെങ്കിലും കിട്ടി കാണാം. അത്രയും വലിയ വിദഗ്ധനായ ഒരു ഗവേഷകനാണ് അദ്ദേഹം. നമ്മുടെ മുടി വളരുന്നതിന്, മുടിക്ക് ശക്തി നൽകാൻ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ കുടലുകളിൽ ഉണ്ടാകുന്ന ഓംസുകൾ, അവയെയും അത് തടയുന്നു. കുടലിൽ ഉണ്ടാകുന്ന കൃമികൾ, അവയെ അത് തടയുന്നു. ഈ ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന നമ്മുടെ കഴുത്തിൽ വരുന്ന വീക്കങ്ങൾ, അതിനെയും അത് തടയുന്നു, അതിനോട് അത് പോരാടുന്നു. കൂടാതെ അദ്ദേഹം പറയുന്നു, ഇത് കുട്ടികൾക്കും പിന്നെ ടീനേജേഴ്സിനും, അതായത് ഒരു 19-21 വയസ്സ് വരെയുള്ളവർക്കും വളരെ അവരുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ കണക്കില്ലാത്ത ടിഷ്യൂകളുണ്ട്. ആ ടിഷ്യൂകളിൽ കുന്നുകൂടുന്ന അധികം വെള്ളങ്ങളെ, ഫ്ലൂയിഡുകളെ അത് ഫ്ലഷ് ഔട്ട് ചെയ്യുന്നു, അത് പുറത്തു കൊണ്ടുവരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
നിങ്ങൾ നോക്കുക, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, മാ ഫറത്നാ ഫിൽ ഖുർആനി മിൻ ഷൈ. നാം ഖുർആനിൽ ഒരു വസ്തുവിനെയും ഒഴിവാക്കിയിട്ടില്ല, എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പലയിടത്തും 700ഓളം സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ റീസർച്ച് ചെയ്യണം, നിങ്ങൾ പഠിക്കണം, അതിനെപ്പറ്റി ധാരാളം പഠിക്കണം, റിസർച്ച് ചെയ്യണം, ധാരാളം റിസർച്ച് ചെയ്യണം, ഗവേഷണം ചെയ്യണം എന്നല്ലാഹു പറഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ഇവിടെ ഈ ഐഹിക ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ഖുർആനിലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദീസുകളിലും ഉണ്ട്. അതുപോലെ തന്നെ അവിടെയും പാരത്രിക ലോകത്തിലും ജീവിക്കാൻ നല്ല സുഖസുന്ദരമായി ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലുമുണ്ട്. അവിടെയൊക്കെ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ പഠിക്കൂ, ചിന്തിക്കൂ എന്നാണ്. പക്ഷേ ആ കാര്യത്തിൽ നാം വളരെ ബേക്കിലായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇത്രയും അല്ലാഹു തആല പറഞ്ഞിട്ട് ഈ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളെ റീസർച്ച് ചെയ്യാൻ വേണ്ടി നാം മുതിരാത്തതിൽ വലിയൊരു ഖേദമുണ്ട്. നാം എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നല്ല അതിൻ്റെ അർത്ഥം. അധിക പേരും മുതിരാത്തതിൽ വലിയൊരു ഖേദവുമുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി പഠിക്കണം, നന്നായി പഠിക്കണം. അല്ലാഹു തആല നമുക്ക് നല്ലത് പഠിക്കുവാനും നല്ലത് ചെയ്യുവാനും സകല ജനങ്ങൾക്കും നന്മ ചെയ്യുവാനും ആരെയും ഒരു കാരണവശാലും ഉപദ്രവിക്കാതിരിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ ലോകം മുഴുവനും, ഈ ഭൂമി മുഴുവനും അള്ളാഹു തആല ശാന്തിയാൽ നിറക്കട്ടെ. ഇവിടൊക്കെ സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഒരു സമാധാനം ഉണ്ടാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.